അപ്പം നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ പഴയ കാലത്തെ ഓർമ്മകൾ, അതായത് നമ്മുടെ വീട്ടിലെ രാവിലെയോ അല്ലെ 4 മണിക്കോ കഴിക്കുന്ന ഒരു ഫുഡാണ് ഇതൊക്കെ. ഇപ്പം എല്ലാവരും ന്യൂജൻകാരെല്ലാം ഹോട്ടലിലെ അതും ഇതും എല്ലാം കഴിക്കാൻ പോകും. ഇപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കുന്ന ഈ ഹെൽത്തി ഫുഡിനകത്ത് ഇത് കണ്ടോ, കപ്പ എടുത്തിട്ടുണ്ട് ചെണ്ടമുറിയനായിട്ട്. അത് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. അതുപോലെ ഇത് മധുരക്കിഴങ്ങാണ്, അതുപോലെ ചേനയുണ്ട്. ഞാൻ ഇതിനകത്തുനിന്ന് ഇപ്പം കൂർക്ക മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഇല്ലാഞ്ഞത്. ബാക്കി കാച്ചിൽ, ചേന, ചേമ്പ്, ഇത് ചേമ്പ്, ഇത്രയും സാധനങ്ങൾ. മധുരക്കിഴങ്ങും ഉണ്ട് കേട്ടോ. അപ്പം മധുരക്കിഴങ്ങ്, ചേമ്പ്, ചേന, കാച്ചിൽ എല്ലാം കൂടെ നമ്മൾ പുഴുങ്ങിയെടുത്ത് ഒരു നല്ലൊരു ഹെൽത്തി ഫുഡിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ പോവുകയാണ്. ഇട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങുണ്ട്, ചേനയുണ്ട്, ഇത് കാച്ചിലുണ്ട്, ഈ കായ എടുത്ത് ഇവിടെ ചെത്തി ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഈ കായും കൂടെ ഇടാം. ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം വേണ്ട, ചൂടെ കഴിഞ്ഞിട്ട് മതി. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡ് ഞാൻ പലതരം കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടെ പുഴുങ്ങിയെടുത്തതാണ്. ഇത് കണ്ടില്ലേ, ഇത് കൂർക്കയുണ്ട്, ഇത് ചേനയുണ്ട്, കപ്പയുണ്ട്, ചേമ്പ്, കാച്ചിലുണ്ട്. ഇത് കാച്ചിലായി. അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് നമ്മുടെ കാന്താരി ചമ്മന്തി, കടുക് മാങ്ങ, ഇത് ഉപ്പിലിട്ട മാങ്ങ. ഇതങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കഷ്ണം കപ്പ എടുക്കുകയാണ്. കപ്പ എടുത്തിട്ട് കാന്താരി ചമ്മന്തി, അതുപോലെ തന്നെ കടുക് മാങ്ങ, എന്നാ ടേസ്റ്റാണ് സത്യം പറയാലോ. ഈ ഒരു ഹെൽത്തി ഫുഡ് ഇതൊക്കെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലെന്ന് പറയും. രാവിലെ എങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്ന് പറയും. ഇത് കണ്ടില്ലേ, പച്ചേത്തയ്ക്ക പുഴുങ്ങിയതാണ്, വാഴയ്ക്ക. ഇതൊക്കെ നല്ല പ്രോട്ടീൻ ഹെൽത്തി സാധനങ്ങളല്ലേ. ഇത് കണ്ടില്ലേ, ഞാൻ ഈയിടയ്ക്ക് ഉപ്പിലിട്ട മാങ്ങയാണ്. നല്ല വലിയ മാങ്ങ കിട്ടിയപ്പോൾ അതിങ്ങനെ പൂളി ഒരു കുപ്പിക്കകത്തോട്ട് ഇട്ട് കുറച്ച് തിളച്ച വെള്ളം തിളപ്പിച്ചിട്ട് അത് തണുപ്പിച്ച് പിന്നെ ഉപ്പ് ഇട്ട്, അതുപോലെ തന്നെ ഈ കാന്താരി മുളകല്ല എന്നാലും നല്ല എരിവുള്ള മുളകാണ്, അതിട്ട് ആണ്. എല്ലാം കൂടെ നല്ല അടിപൊളിയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിക്കേ. അതുപോലെ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ 1-2 പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.